ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കടവന്ത്രയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നതാണ്. ഇന്നിവിടെ WF എന്ന് പറഞ്ഞ അസോസിയേഷൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ഞാൻ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ സീനിയർ കാറ്റഗറിയിലാണ് പങ്കെടുക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ 2 ആഴ്ച മുമ്പാണ് ഈ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന പ്ലാൻ ചെയ്താൽ. ഞങ്ങളുടെ ജിമ്മിലെ ഓണർ ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളോട് ആരെങ്കിലും ഇറങ്ങണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചുമ്മാ ഇറങ്ങിയൊക്കെ ഞാൻ അത്യാവശ്യം ടൈറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എൻ്റെ ബോഡി അത്യാവശ്യം ഫിറ്റാണ്. അപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ എൻ്റെ വെയിറ്റ് 64 കിലോ ഉണ്ട്. അപ്പോൾ ആ വെയിറ്റ് നോക്കി കണ്ടുമ്പോൾ കാർബ് ലോഡ് ചെയ്യണം. ഞാൻ ഉരുളക്കിഴങ്ങ് ചിക്കനും റൈസാണ് ആദ്യം കാർബ് ലോഡ് ചെയ്യാൻ എടുത്തത്. ചോറും ചിക്കനും അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അതിൽ പ്ലം കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് ഞാൻ കഴിച്ചു. കുറച്ച് നേരം ഞങ്ങൾ പുറത്താക്കിയായിരുന്നു. അകത്ത് കസേരയൊക്കെ ഉണ്ടോ ഞങ്ങൾ പുറത്താക്കി ഭയങ്കര ചൂട് തോന്നിയായിരുന്നു. അകത്ത് AC ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വാട്ടർ കട്ടൊക്കെ കയറി കിടന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പരിപാടി തുടങ്ങാറായി. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ടാൻ ചെയ്യണം. ഫസ്റ്റ് മേത്ത് ബേബികളൊന്ന് ടച്ച് കൊടുക്കണം. അതിനുശേഷം ടാൻ തേക്കുമ്പോൾ അത് പെട്ടെന്ന് കഴുകി കളയാൻ വേണ്ടി നമ്മൾ ടാൻ പുറമേ തേക്കണം. അങ്ങനെ ബേബികൾ തേച്ച് കഴിഞ്ഞു. ഇപ്പോൾ ടാൻ തേക്കണം. ഒരു ഫ്രണ്ട് ടാൻ ടച്ച് ചെയ്ത് തരും. വേറൊരു ഫ്രണ്ട് റോളർ ഉപയോഗിച്ച് ടാൻ മേത്തിങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരും. പരിപാടി കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകാരെയും വേഗം പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ടാനൊക്കെ ഇത്തിരി സ്പീഡിലാണ് എൻ്റെ മെത്ത് തേച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സ്റ്റേജിൽ കയറി ഒരു 5 മിനിറ്റ് മുമ്പ് ഇതുപോലെ പമ്പ് ചെയ്യണം. കാർബൊക്കെ ലോഡ് ചെയ്തുകൊണ്ട് നല്ലോണം ബോഡി പമ്പായി വരും. അപ്പോൾ സ്റ്റേജ് നല്ല സൈസായിട്ട് തോന്നും. സ്റ്റേജിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവരെല്ലാവരും 65 കിലോ ഉള്ളവരാണെന്ന് കണ്ടാൽ പറയില്ല. ഞാൻ അവരുടെ മുമ്പിൽ ചെറുതായിട്ട് തോന്നി. എൻ്റെ ക്ലാസ്സിൽ 8 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് 5 ആൾക്കാർക്കേ പ്രൈസുള്ളൂ. അങ്ങനെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് ബാക്കിലേക്കാക്കി. അപ്പോൾ എൻ്റെ ഇടവിട്ട് ഓരോരുത്തരെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പേടിച്ച് എന്നെ സെലക്ട് ചെയ്തില്ലേ. അപ്പോൾ അങ്ങനെ ബാക്കി 5 ആൾക്കാരുണ്ട്. ബാക്കി 5 ആൾക്കാരിൽ നിന്ന് 2 ആൾക്കാർ സെലക്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള പോസ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ എന്നെയും ദിവനെയും സെലക്ട് ചെയ്തു. ബാക്കി വന്ന 3 ആൾക്കാരുണ്ട്. അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ 5 ആൾക്കാർ തമ്മിലുള്ള പോസിങ് തുടങ്ങി. ഇതിനകത്തുനിന്ന് ഫസ്റ്റ് സെക്കൻഡ് ആരാന്ന് തീരുമാനിക്കും. പോസിൻ്റെ ഇടയിൽ എന്നോട് സൈഡിൽ പോയി നിൽക്കാൻ പറഞ്ഞു. പിന്നെ ഉറപ്പിച്ച് എനിക്ക് 5th ആയിരിക്കും പ്ലേസ്. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് 5th പ്ലേസ് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാണ് പരിപാടിക്ക് ഇറങ്ങിയത്. എനിക്കങ്ങനെ 5th പ്ലേസ് കിട്ടി.